ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിവിടെ രണ്ട് സ്ക്രീൻഷോട്ടുകൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം. മല്ലു റാപ്പർ എന്ന ഇൻസ്റ്റാഗ്രാം ചാനലിൽ വന്ന ഒരു റീലിൻ്റെ സ്ക്രീൻഷോട്ടുകളാണ്. അത് നമ്മുടെ രേണു സുധി അവർക്കെതിരെ നടത്തിയ ഒരു അറ്റാക്ക് തന്നെയാണ്. അതിന് അറ്റാക്ക് എന്ന് പറയാൻ കാരണം, രേണു സുധിയോട് എനിക്ക് അത്ര വലിയ മതിപ്പൊന്നുമില്ല. പക്ഷേ എങ്കിലും ഒരു സ്ത്രീയെ ഇത്തരത്തിലൊക്കെ അപമാനിക്കാമോ എന്നെനിക്ക് അവരോട് ചോദിക്കാനുള്ളത്. കാരണം ഭർത്താവ് നഷ്ടപ്പെട്ടവർ ഇൻസ്റ്റാഗ്രാമിലും മറ്റും റീലുകൾ ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ പണം സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, അവർ പല ഫോട്ടോഷൂട്ടുകളും മറ്റു കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അതിൻ്റെ പേരിൽ അവർക്കെതിരെ കടുത്ത വിമർശനങ്ങളും ഉണ്ടാകുന്നുണ്ട്. റോഡ് ബ്ലോക്ക് ചെയ്ത് പോലും അവർ റീലുകൾ എടുത്തതിനെ ചൊല്ലിയൊക്കെ വിവാദങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളതാണ്. അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ ഇന്നലെ ഈ ഒരു റീല് കാണുന്നത്. ഇവർ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് രേണു സുധീനെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നെനിക്കറിയില്ല. ചിലപ്പോൾ ഒരുപക്ഷെ അവരെ ആക്രമിച്ചു കഴിഞ്ഞാൽ തങ്ങളുടെ വീഡിയോയ്ക്ക് കിട്ടുന്ന വ്യൂ കണക്കിലാക്കിക്കൊണ്ടായിരിക്കാം അവരങ്ങനെ ചെയ്യുന്നത്. പക്ഷെ എന്നാലും അതിനകത്ത് ഞാൻ ഈ കാണിക്കുന്ന ചിത്രങ്ങളിലൊക്കെ ഉണ്ട്, അതിനകത്ത് ഭയങ്കര വൾഗറായിട്ട് തന്നെയാണ് ആ ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ. അതേപോലെ തന്നെ അവരെ ഒരു തീർത്തും അപമാനിക്കുന്ന തരത്തിലുള്ള രീതിയിലാണ് അതിൽ രേണുസുതിയായിട്ട് അഭിനയിക്കുന്ന ആ ചെറുപ്പക്കാരൻ അയാൾ പെരുമാറുന്നത്. അതേപോലെ തന്നെ ആ വീഡിയോയുടെ ക്യാപ്ഷൻ രണസുന അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു സ്ത്രീയെ തീർത്തും താറടിച്ച് കാണിക്കുന്ന രീതിയിലാണ് അവർ ആ വീഡിയോ ചെയ്തിരിക്കുന്നത്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നെനിക്കറിയില്ല. ഞാൻ തുറന്നു പറയാം, എനിക്ക് രേണുസുതിയുടെ പ്രവർത്തനങ്ങളോട് എനിക്കൊരു തരത്തിലുള്ള യോജിപ്പുമില്ല. പക്ഷേ അവർക്കും അവരുടേതായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ അത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. അതിനെ ഇത്തരത്തിൽ താറടിച്ച് കാണിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് എനിക്കറിയില്ല. എന്നാലും ഞാൻ ആ മല്ലു റാപ്പർ എന്ന ഇൻസ്റ്റാഗ്രാം പേജിലെ ആളുകളോട് പറയട്ടെ, അവരെ ഒരു കേസ് നൽകി കഴിഞ്ഞാൽ നിങ്ങൾ ജയിലിലാണ്. കാരണം സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവരൊരു കേസ് നൽകി കഴിഞ്ഞാൽ നിങ്ങൾക്കെതിരെ 7 കൊല്ലം വരെ നിങ്ങൾക്ക് തടവ് ലഭിക്കാമെന്നുള്ള ഒരു കുറ്റകൃത്യമാണത്. അതുകൊണ്ട് കഴിവതും ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ കടക്കാതിരിക്കുക. അവരത് ചെയ്യുന്നില്ല എന്ന് വെച്ച് അത് മുതലെടുക്കാതിരിക്കാൻ ശ്രമിക്കുക.